പ്രിയപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷനും എൻ്റെ ചിരകാല സുഹൃത്തുമായ ശ്രീ മാത്യു മുണ്ടാട്, ചെയർമാൻ പാലാരിവട്ടം ബ്രാഞ്ച് YMCA, ഈ ചടങ്ങിന് സ്വാഗതം പറഞ്ഞ ഡോക്ടർ ടെറി തോമസ്, കൺവീനർ പ്രോഗ്രാം കമ്മിറ്റി YMCA പാലാരിവട്ടം, പ്രിയപ്പെട്ട CF പോൾസൺ, പ്രസിഡന്റ് YMCA എറണാകുളം, പ്രിയപ്പെട്ട ശ്രീ BBA തോമസ്, ചെയർമാൻ YMCA എറണാകുളം സബ് റീജിയൻ, പ്രിയപ്പെട്ട JN ജോൺ, ഡിസ്ട്രിക്ട് കൺവീനർ വൈസ്മെൻസ് ഇന്റർനാഷണൽ, പ്രിയപ്പെട്ട ശ്രീ PK തോമസ്, ചെയർമാൻ സോഷ്യൽ സർവീസ് YMCA എറണാകുളം, പ്രിയപ്പെട്ടവരായ വന്നിട്ടുള്ള കുട്ടികൾ, മറ്റ് YMCയുടെയും വൈസ്മെൻ ഇന്റർനാഷണലിൻ്റെയും ഒക്കെ അഭ്യുദയകാംക്ഷികൾ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കൾ, ലെറ്റ്സ് ലീവ് വിത്തൗട്ട് പ്ലാസ്റ്റിക് എന്ന മുദ്രാവാക്യം ഉയർത്തി നിങ്ങൾ നടത്തുന്ന ഈ ബോധവൽക്കരണ പ്രവർത്തനത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നമുക്കറിയാം, തൊട്ട് ഏറ്റവും അടുത്ത ഉദാഹരണം പറഞ്ഞാൽ YMCയുടെ അപ്പുറത്ത് ഒഴുകി പോകുന്ന ആ കനാല് കഴിഞ്ഞ പ്രാവശ്യം ക്ലീൻ ചെയ്തപ്പോൾ ഞാൻ അവിടെ ഒരു അരമണിക്കൂർ അവിടെ ചെലവഴിച്ചു. ആ കനാല് ക്ലീൻ ചെയ്യാൻ അവിടുന്ന് പുറത്തേക്ക് കിട്ടുന്ന മഹാഭൂരിപക്ഷവും ഈ പ്ലാസ്റ്റിക് ഒന്നും നടത്തിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ സ്വിമ്മിംഗ് പൂളെല്ലാം വന്ന് അതങ്ങോട്ട് ബ്ലോക്കായി, പിന്നെ വെള്ളം ഒട്ടും ഒഴുകാതായി കിടക്കും. അവിടെ കഴിയുമ്പോൾ അത് നാഷണലിലെ ആ വെള്ളം നാഷണലിലേക്ക് കടന്നു പോകുന്ന പൈപ്പുകൾ, ആ പൈപ്പ് രണ്ട് സൈഡിലും ദേശീയപാത അതോറിറ്റിക്കാരെ കൊണ്ടുവന്ന് ഞങ്ങൾ പല ദിവസം എടുത്തിട്ടാണ് അതൊന്ന് ക്ലീൻ ചെയ്തത്. യഥാർത്ഥത്തിൽ നേരെ ഏതെങ്കിലും തള്ളിക്കളയാൻ നോക്കി നടക്കാതെ വന്നിട്ട് രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേശ്ശെ ഈ തോട്ടിയൊക്കെ പാവാക്കരഞ്ഞ പോലെയുള്ള തോട്ടിയൊക്കെ ഇട്ട് വലിച്ച് 2-3 ദിവസം കൊണ്ടാണ് അതൊന്ന് ക്ലിയർ ചെയ്തത്. അപ്പം അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ വീട്ടിൽ താല്പര്യം ഇത് എടുത്തണമെന്ന് ഞാനിവിടെ തൊട്ടടുത്തുള്ള ഉദാഹരണം, നിങ്ങളുടെ മുമ്പിലുള്ള ഉദാഹരണം പറഞ്ഞിട്ടുള്ളൂ. ഇന്ന് നമ്മുടെ ഏതൊരു പ്രദേശത്ത് നോക്കിയാലും, പട്ടണം വേണ്ട, നാട്ടുമ്പുറത്ത് പോലും ചെറിയ ഓടകൾ മുതൽ തോടുകൾ, ആറുകളെല്ലാം ഈ പ്ലാസ്റ്റിക് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കടലിൽ ടൺ കണക്കിന് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടി അത് മത്സ്യങ്ങൾ, കടൽ ജീവികളൊക്കെ കഴിച്ച് അത് ഒരു പാരിസ്ഥിതിക വിഷയമായി മാറിയിരിക്കുന്നു എന്ന റിപ്പോർട്ടുണ്ട്. അപ്പോൾ തീർച്ചയായും പ്രകൃതിയുമായി ഇണങ്ങിപ്പോകാൻ ഇത്രയും വ്യവസായ വിപ്ലവത്തിന് ശേഷം നടക്കുന്ന ടെക്നോളജി വിപ്ലവത്തിന്റെ കാലഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ വലിയൊരു അപകടമാണ് എന്ന ഒരു മുന്നറിയിപ്പാണ് വൈസ്മെനും YMCയും ഒക്കെ ചേർന്ന് ഇവിടെ നൽകുന്നൊരു സന്ദേശം. അത് നല്ല നിലയിൽ ഉൾക്കൊണ്ടു പോയാൽ നാളത്തെ തലമുറ, ഇപ്പൊ ആളുകളെല്ലാം എന്തെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഉടനെ ആളുകൾ അപ്പോഴത്തെ കാര്യങ്ങളെ പറ്റി മാത്രമാണ് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രസിദ്ധമായ ഒരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്: ഈ മനോഹരമായ ഭൂമി അല്ലെങ്കിൽ പ്രപഞ്ചം അത് അനന്തര തലമുറകൾക്ക് കാര്യമായ മാറ്റമൊന്നും വരുത്താതെ കൈമാറി സുന്ദരമായി കാസൂക്ഷിച്ച് കൈമാറി കൊടുക്കേണ്ട ദൗത്യമാണ് നിനക്ക്, ഒരു മനുഷ്യന്. ഇതാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രസിദ്ധമായ വാക്ക്. ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ ഈ പ്രസിദ്ധമായ വാക്കാണ് പിന്നീട് മഹാത്മജി ആയാലും കാറൽ മാർക്സ് ആയാലും അവരുടെ പ്രകൃതി സംരക്ഷണ ദർശനമായി ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം. ഇത് അതേപടിയാണ്
മഹാത്മജിയോ കാളമാസിൻ്റെ ഒരു ചരിത്രം എടുത്താൽ അവർ പ്രയോജന സംരക്ഷണത്തെ പറ്റി പറഞ്ഞിരിക്കുന്നത് പലർത്തിയെടുത്തതുപോലെ അതിൻ്റെയൊക്കെ ആധാരം ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ പ്രസിദ്ധമായ വാക്കാണ്. ഈ മനോഹരമായ പ്രപഞ്ചം അനന്തര തലമുറകൾക്ക് കാത്തു സൂക്ഷിച്ച് കൈമാറി കുഴപ്പമൊന്നുമില്ലാതെ കൊടുക്കേണ്ട ഉത്തരവാദിത്തമാണ് നമുക്കെന്നാണ് തോന്നുന്നത്. അതിന് കഴിയാത്ത ഒട്ടേറെ സാഹചര്യങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിക്കുപൊളി തേസ ജോയ്സ് എന്ന് പറയുന്ന കുറച്ച് നല്ലൊരു പാട്ട് പാടും. ആ കുട്ടി വളരെ നിഷ്കളങ്കമായി ആ പാട്ട് പാടുമ്പോൾ ആ കുട്ടിയുടെ മനസ്സിലുള്ള ഒരു സങ്കല്പം എല്ലാം നല്ല നിലയിൽ നടന്നു പോകുന്ന ഒരു കാലഘട്ടത്തെ പറ്റി ആലോചിക്കുന്ന കൊച്ചു കുട്ടികളുടെ തലമുറയിൽപ്പെട്ട ഒരു കുട്ടിയാണ്. നമുക്ക് വരാൻ പോകുന്ന നിരവധി തലമുറകൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്ത ഒട്ടേറെ സാഹചര്യം നമ്മുടെ ചുറ്റും നിൽക്കുക. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ഗൗരവതരമായും അതോടൊപ്പം തന്നെ അവനവനോട് തന്നെയുള്ള ഒരു സത്യസന്ധത ഭാഗമായും ഒക്കെ നമ്മൾ സംസാരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനിങ്ങനെയുള്ള പ്രകൃതിയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും പറഞ്ഞ് പ്രതികാരം വെച്ചിട്ടുള്ള ആളാണ്. അതിന് പൂച്ചെണ്ടുകൾ വളരെ കുറവും കല്ലേറുകൾ വളരെ കൂടുതൽ കിട്ടുന്നൊരു സംഭവം. കല്ലേറ് കൊണ്ട് ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമുണ്ട്, നമ്മൾ വീണ് പോകുന്ന സാഹചര്യമുണ്ട്. ഞാൻ മാധവ ഗാർഡൻ കമ്മിറ്റി റിപ്പോർട്ടിനെ പിന്തുണച്ചതിൻ്റെ പേരിൽ എനിക്കുണ്ടായ എൻ്റെ പ്രതികാത്മകമായ ശവസംസ്കാരം പോലും നടക്കേണ്ടത്. ഞാൻ അങ്ങനെ ചെയ്ത ആളുകളെ കുറ്റപ്പെടുത്തുകയല്ല. അപ്പം വളരെ ബുദ്ധിമുട്ടാണ് അത്തരം കാര്യങ്ങൾ. അതിനെയൊക്കെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനുള്ള ഒരു കുഴപ്പമില്ല. നേരത്തെ അടുത്ത കാലത്ത് നമ്മുടെ കടമ്പറയാറിൻ്റെ മാലിന്യവുമായി ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. എനിക്ക് രാത്രി കാലങ്ങളിലും പകലും ഒക്കെ ആളുകൾ വിളിച്ച് ഒച്ച ചെയ്ത് വിളിക്കുകയാണ്. എന്നോർത്തിട്ട് ഞാൻ അതിൽ നിന്നും പിന്മാറുന്നില്ല. കാരണം വസ്തുത അറിയാം. ഞാനപ്പോൾ ആലോചിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ 100 പേരോ 150 പേരെ ചീത്ത വിളിക്കണം. ചീത്ത വിളിക്കാത്തവരെ എന്റെ പിന്തുണക്കാരാണെന്ന് കണക്കാക്കിയാൽ മഹാഭൂരിപക്ഷം ഇരിക്കാം. അതിലൊരു പകുതി പേർക്കൂടി ചിലപ്പോൾ ചീത്ത വിളിക്കാൻ അവർക്ക് സമയം കിട്ടുകയില്ല. എന്നാലും ഉണ്ട്. നമ്മൾ ചീത്ത വിളിക്കാത്തവരെന്തായാലും നമ്മൾ പിന്തുണയ്ക്കുകയാണെന്ന് വിചാരിച്ചാൽ ചീത്ത വിളി നമ്മൾ കഴിക്കേണ്ടി കഴിയും. ഞാൻ ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ ഏതെങ്കിലും കമ്പനി കൊടുക്കുന്നൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഏക കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഒത്തിരി പേര് തിരിച്ചറിയ കാര്യം 243 ആളുകൾ മാത്രം ജോലി ചെയ്യുന്ന 243 ആളുകളിൽ ഏകദേശം 60 ആളുകൾ മാത്രം മലയാളികൾ മാത്രമുള്ള ഒരു കമ്പനി. ആ കമ്പനിയിൽ നിന്നുള്ള മാലിന്യം സുപ്രീം കോടതിയുടെ നിർദ്ദേശാനുസരണം റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് വെച്ച് മാത്രമേ ആ പ്ലാന്റ് പ്രവർത്തിപ്പിക്കാൻ. ഇത് മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിനെ മാത്രമേ ചോദ്യം ചെയ്തിട്ടുള്ളൂ. അവിടെ പണിയെടുക്കുന്ന 10,000 15,000 അല്ലെ 10,000 8,000 തൊഴിലാളികളെ പറ്റി ഞാനൊന്നും പറഞ്ഞില്ല. അവിടെ 8 10 ചെറിയ ചെറുതും വലുതുമായ ഫാക്ടറികൾ പ്രവർത്തിക്കുന്നു. അതിൽ കേവലം 243 ആളുകൾ മാത്രം ജോലി ചെയ്യുന്ന ഡൈയിങ് ആൻഡ് ബ്ലീച്ചിങ് യൂണിറ്റിന്റെ റിവേഴ്സ് ഓസ്മോസിസ് സിസ്റ്റം സ്ഥാപിക്കാത്തത് കൊണ്ട് എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്ന് വരുന്ന മലിനജലം അവിടുത്തെ പാടങ്ങളിലും ആ പാടങ്ങളിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ ദൂരെയുള്ള കടമ്പുഴയാളുകളും വന്ന് ചേരുന്നു എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു വിഷയം. അപ്പൊ എന്നോട് പലരും ചോദിക്കുന്നു, വേറെ ആളുകളുണ്ട്, വേറെ ആളുകൾ മലിനപ്പെടുത്തുന്നുണ്ട്, ധാരാളം ആളുകളുണ്ട്. അപ്പം 243 ആളുകൾ പ്രവർത്തിക്കുന്ന ഒരു പ്ലാന്റ് നിയമാനുസരണം പ്രവർത്തിക്കണമെന്ന് പറഞ്ഞാൽ നമ്മളെ കല്ലുപറ്റി അവിടെ ചെയ്യാൻ പറ്റും. അതിന് എത്രയോ ചീത്തയെ നമ്മൾ കേൾക്കുന്നു. അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനിക്കും കുഴപ്പം. അവിടെ ബാക്കിയുള്ള കമ്പനിയിലുള്ള ആളുകളുടെ എണ്ണം കൂടുതലാണ്. ഹ്യൂമൻ വേസ്റ്റോ ടോയ്ലറ്റ് വേസ്റ്റോ ചിലപ്പം വരുന്നുണ്ടാവും. അത് പക്ഷേ ഈ രാസമാലിന്യത്തിന്റെ പകുതി മാത്രമേ എത്തിയിട്ടുള്ളൂ. ഈ രാസമാലിന്യം ഒരു 10 തലമുറ കഴിഞ്ഞാലും വെള്ളത്തിൽ പോകില്ല. ഇതാണ് വിഷയം. ഇതൊരു MLA പറയാൻ പാടുണ്ടോ? MLAക്ക് എന്താ ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞ് പകൽ ഞാനത് പറഞ്ഞ അന്ന് മുതൽ പകൽ
എന്നെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുക. നല്ലൊരു ശതമാനം ആളുകൾ. പക്ഷെ ഞാൻ സന്തോഷിക്കുന്നത് ചീത്ത വിളിക്കാത്ത ആളുകളെല്ലാം എൻ്റെ കൂടെയാണെന്നുള്ള സങ്കല്പത്തിലാണ്. ഞാനിത് പറഞ്ഞു വന്നത് പ്ലാസ്റ്റിക് നിരോധിക്കണം അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഒന്ന് ശ്രദ്ധിക്കണം, അതിനെ നിയന്ത്രിക്കണം എന്ന് പറഞ്ഞാൽ ആ പ്ലാസ്റ്റിക് കച്ചവടം ചെയ്യുന്ന ആളുകൾ നമ്മളെ ശത്രുപക്ഷത്തേക്ക് നിർത്തും. അങ്ങനെ ശത്രുപക്ഷത്തേക്ക് നിർത്തി നിങ്ങൾ ഈ മുദ്രാവാക്യം നിങ്ങൾ അവസാനിപ്പിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാവും. നമുക്ക് ലോകം മുഴുവൻ നന്നാക്കാനൊന്നും നമുക്ക് പറ്റുകയില്ല. നമുക്ക് തന്നെ ഒത്തിരി കുഴപ്പമുണ്ട്. വ്യക്തി ജീവിതത്തിലും പൊതുജീവിതത്തിലും നമ്മളാരും 100% ശുദ്ധാത്മാക്കളൊന്നുമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. പലരും എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് ഗാന്ധിജി പറഞ്ഞതുപോലെ പറയാൻ പറ്റുന്നവരും. അപ്പൊ അതുകൊണ്ട് നമുക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യത്തിന് വേണ്ടി നിർത്തുക എന്നത് മാത്രമേ കഴിയൂ. അപ്പം YMCA വൈസ്മൻ നേതൃത്വം നൽകുന്ന പ്ലാസ്റ്റിക്കിനെ സംബന്ധിച്ചുള്ള ഒരു പ്രചരണം, ഒരു ആശയ പ്രചരണം ശ്രീ മാത്യുവിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന എല്ലാ പ്രശസ്ത വ്യക്തിത്വങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രചരണം നല്ല നിലയിൽ ഏറ്റെടുക്കണം. എൻ്റെ അഭിപ്രായത്തിൽ YMCA ഒരു അഖില ലോക സംഘടന. ഇത്രമാത്രമാണ് ഈ YMCAയുടെ പ്രസക്തി എന്ന് ഞാൻ നിങ്ങൾ എല്ലാവരും തന്നെ YMCAക്കാരായതുകൊണ്ട് ഞാൻ പറയാൻ കാര്യമില്ല. ഞാൻ ലണ്ടൻ YMCAയിൽ ഒരിക്കൽ താമസിച്ചു. എത്ര മനോഹരമായ എത്രയോ വലിയ ഒരു ബിൽഡിങ്ങാണ്. ലോകം മുഴുവൻ YMCAയുടെ ഒരു ഗാർഡുണ്ടെങ്കിൽ ലോകത്ത് എവിടെ പോയി ഒരാൾ ധൈര്യമായിട്ട് യാത്ര ചെയ്യും. YMCAയുടെ ഒരു ഗാർഡുണ്ട്. കാരണം ഒരു താമസം ഒരു പ്രശ്നമാണ്. അപ്പം പലപ്പോഴും YMCA അങ്ങനെ വേൾഡ് വൈഡായി നടന്നു നിർത്തി ഒത്തിരി കാര്യങ്ങൾ അവർ ഏർപ്പെടുക. അപ്പം തന്നെ ടെലിഫോൺ കൊടുക്കും. ഈ കാലഘട്ടത്തിൽ നമ്മുടെ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മളൊരു സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ചേർത്തുപിടിക്കലാണ്. അപ്പം അങ്ങനെ വലിയ കാര്യങ്ങൾ ചെയ്യുന്ന YMCA എൻ്റെ അഭിപ്രായത്തിൽ ഈ പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് കൂടുതൽ നല്ല ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. കുറച്ചുകൂടി ശ്രദ്ധ കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം. നമ്മുടെ കുടിവെള്ളം വല്ലാത്ത ദുരന്തമാണ്. ഇപ്പൊ കിൻഫ്ര എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മുടെ കിൻഫ്ര കേരളത്തിലെ വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമ്മുടെ കാക്കനാട് ഇൻഫോ പാർക്കിനടുത്ത് പ്രവർത്തിക്കുന്ന കിൻഫ്ര ആ ഇൻഫോ പാർക്കിന് അപ്പുറത്തിപ്പുറത്തുമായിട്ട് 500 ഏക്കർ സ്ഥലം ഡെവലപ്പ് ചെയ്യാൻ പോകും. അവര് കഴിഞ്ഞ ദിവസം എന്നോട് സംസാരിച്ചത് അവിടുത്തെ വ്യവസായികൾക്ക് 10 ml വെള്ളം വേണം ഒരു ദിവസം. ഈ 10 ml വെള്ളം കടമ്പുഴയാതെ വെള്ളം ശുദ്ധീകരിക്കാൻ അവർ പഠിച്ച പണി 18 നോക്കിയിട്ട് നടക്കാറുണ്ട്. ഏകദേശം 14 കിലോമീറ്റർ അകലെ ആലുവ പുഴയിൽ കൊണ്ടുപോകാം. അതിന്റെ നടപടിക്രമങ്ങൾ ടെൻഡർ കഴിഞ്ഞു. അപ്പം ഒരു ശുദ്ധീകരണ പ്ലാന്റ് സ്ഥാപിച്ച് കിൻഫ്ര പോലൊരു സ്ഥാപനത്തിന് പോലും കടമ്പുഴയാതെ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതെ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിൽ ഏകദേശം 50-60 കോടി രൂപ മുടക്കി പെരിയാറ്റിൽ നിന്ന് വെള്ളം നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ടെൻഡർ ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ കടമ്പുഴയാതെ ഒരു കുഴപ്പമുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം ആളുകൾ മനസ്സിലാക്കുന്നില്ല. കടമ്പുഴയാതെ ഒരു കുഴപ്പമുണ്ടെങ്കിൽ അത് എടപ്പള്ളിത്തോടിനെ ബാധിക്കും, ചെലവന്നൂർക്കാരിനെ ബാധിക്കും, ചമ്പക്കരക്കാരിനെ ബാധിക്കും. നമ്മുടെ ഈ ചുറ്റുമുള്ള ആലുവ, കളമശ്ശേരി, അതുപോലെ തന്നെ തൃക്കാക്കര, കുന്നത്തുനാട്, തൃപ്പൂണിത്തുറ, എറണാകുളം ഈ 6-7 അസംബ്ലി മണ്ഡലത്തിൽ ഇടുന്ന വാട്ടർ ബോഡിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അത് വളരെ ഗൗരവതരമായി കാണുന്നില്ലെങ്കിൽ ഇപ്പൊ പി ടി തോമസ് അത് മാറിപ്പോവും. വേറൊരാളെ എന്റെ സ്ഥാനത്ത് വേറൊരാൾ വരും. അല്ലെ നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ പ്രസിഡന്റ്, സെക്രട്ടറി എന്നൊക്കെ വേറെ ആളുകൾ വരും. നമ്മളാരും സ്ഥിരരൂപികളൊന്നും. പക്ഷെ ഈ വസ്തുത ഇവിടെ നിലനിൽക്കും. അപ്പൊ അതുകൊണ്ട് ഒറ്റപ്പെട്ടു പോകും എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ നമ്മൾ മോശപ്പെടുവോ അല്ലെങ്കിൽ നമ്മുടെ ആളുകൾ നമ്മളെ മറ്റു രീതി കാണുമോ അല്ലെങ്കിൽ പ്രചരണപരമായ തന്ത്രത്തിനുള്ളിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ വലിയ ഗുരുതരമായ കാര്യങ്ങളാണ്. അപ്പോ ഈ പ്ലാസ്റ്റിക്കിനെതിരായി നിങ്ങൾ നടത്തുന്ന ഈ പ്രചരണം എൻ്റെ അഭിപ്രായത്തിൽ നമ്മുടെ വായുവും വെള്ളവും സംരക്ഷിക്കാനുള്ള വലിയ മൂവ്മെന്റിന്റെ ഒരു തുടക്കമാണ്. ഇവിടെ പറഞ്ഞു, നമ്മുടെ അധ്യക്ഷൻ പറഞ്ഞു, അന്തരീക്ഷ ഊഷ്മാവിനുണ്ടാകുന്ന മാറ്റങ്ങളെ സംബന്ധിച്ച്, അതുണ്ടാക്കുന്ന വ്യതിയാനത്തെ സംബന്ധിച്ച്, എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെ വെല്ലുവിളിക്കുന്ന
ആ സാഹചര്യത്തിലേക്ക് നമ്മുടെ സമൂഹം കടന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാലുള്ള ദുരന്തത്തെ പറ്റിയിട്ട് നമ്മൾ എത്ര സമ്പാദിച്ചു വെച്ചാൽ നമുക്കറിയാമല്ലോ. കോവിഡ് കാലത്ത് ലോകത്തെ വലിയ കോടീശ്വരന്മാരാണ്, എന്നാൽ തീരെ പാവപ്പെട്ട കഞ്ഞിക്ക് വശമില്ലാത്ത ആളുകൾ പോലും മരണപ്പെട്ടു. എല്ലാവരുടെയും മരണം ഒരേ രീതിയിൽ. കോടാനും കോടി രൂപ സമ്പാദിച്ചു വെച്ചുകൊണ്ടും ഒന്നുമില്ലാത്തതൊക്കെ കോവിഡിന്റെ മുമ്പിൽ കീഴടങ്ങിയത് ഒരേ രീതിയിൽ തന്നെ. അപ്പം നമ്മൾ കുറെ കോടികൾ ഉണ്ടാക്കി വെച്ചിട്ടൊന്നും കാര്യമില്ല. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ നമ്മൾ വരും തലമുറയോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് എന്ന ഒരു ഉൾവിളി മനസ്സിൽ തട്ടി ഓർമ്മിക്കുന്നില്ലെങ്കിൽ അത്തരം കാര്യങ്ങളോട് പ്രതികരിക്കാൻ പറ്റില്ല. അവരെല്ലാം അങ്ങനെ പറയുന്നവരെല്ലാം പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുണ്ട്. ഏതായാലും YMCAയും അതുപോലെ തന്നെ വൈസ്മെനും ഒക്കെ നടത്തുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും ഞാൻ ആശംസ നേരുന്നു. ഇവിടെ ഈ കുട്ടികൾക്ക് മൊബൈൽ കൊടുക്കാനുള്ള മൊബൈലും ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ലേ, മൊബൈലിപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. മൊബൈൽ മേടിക്കുന്ന കുട്ടികൾ അതിൻ്റെ അകത്ത് ഗെയിമും ഇതൊക്കെ കളിക്കുന്നു, അത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്ന വലിയൊരു പ്രതിസന്ധി നമ്മളെ കണ്ടുകൊണ്ട് നിൽക്കുക. ഒരു മൊബൈൽ കിട്ടുന്ന കുട്ടി അവനത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു സ്വത്ത് പോലെ തലക്കി വെച്ചുകൊണ്ട് കിടക്കുക. കുട്ടികൾ പലപ്പോഴും അതിൻ്റെ ചതിയൊന്നും അറിയില്ല. ഇന്നലെ നമ്മുടെ കട്ടപ്പനയിലെ ഒരു പാവപ്പെട്ട സ്ത്രീ ജീവിതത്തിലുള്ള കരച്ചിൽ കേട്ട നമ്മുടെ ചങ്ക് വളർന്നു. അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴികളും ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ കോവിഡ് ഉണ്ടാക്കിയ ദുരന്തം എന്ന് പറയുന്നത് കുട്ടികൾ ക്ലാസ്സിൽ പോകാൻ കഴിയാതെ വന്ന, അധ്യാപകർക്ക് പഠിപ്പിക്കാൻ പോകാൻ കഴിയാതെ വന്ന, അതോടൊപ്പം ഒരു സമൂഹം മുഴുവൻ ഇങ്ങനെ വിറങ്ങലിച്ച് നിൽക്കുന്ന ഈ ദുരന്ത കാലഘട്ടത്തിൽ ഒന്നും ചെയ്യാത്ത ഭേദമാണ് എന്തെങ്കിലും പറയുക എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു സഹായം മാത്രമാണ് ഈ പോകണം. അത് നല്ല നിലയിൽ ഉപയോഗിക്കാൻ മാതാപിതാക്കൾ എത്ര ശ്രദ്ധിച്ചാലും കുട്ടികൾ ചിലപ്പോൾ ഈ കുട്ടികളുടെ ഈ പ്രായത്തിൽ കുട്ടികളോട് പറഞ്ഞാൽ അത് മനസ്സിലാകുമെന്ന് നിർബന്ധമില്ല. അപ്പം അത് കഴിയുന്നത്ര അതെല്ലാം മനസ്സിലാക്കിച്ച് മുന്നോട്ട് പോകാനിവിടെ വരണം. അതോടൊപ്പം തന്നെ MLA ഇങ്ങനെ അവിടെ നിന്നൊക്കെ കിട്ടുന്ന ആളുകൾ നൽകുന്ന സഹായങ്ങൾ ഒത്തിരി കുട്ടികൾക്ക് ഞാൻ ഇതുവരെ ഒരു 10, 200, 250 മൊബൈൽ ഫോണും ടാബും ഒക്കെ പലരായിട്ട് സംഭാവനയൊക്കെ തന്നത് കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് എനിക്ക് 8 9 മൊബൈൽ ഫോൺ 11 തരുന്നത്, 3 ഇവിടെ തരുന്നത്, ബാക്കി തരുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് എടുത്തൊരു നിർദ്ദേശം വെച്ചിട്ടുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ നടക്കും. ഞങ്ങൾക്ക് 5 കോടി രൂപ MLA ഫണ്ടുണ്ടായിരുന്നു. 5 കോടി 4 കോടി ഈ പ്രാവശ്യം കോവിഡിന് വേണ്ടി തിരിച്ചെടുത്തു. അപ്പോൾ MLA-മാരുടെ ഫണ്ട് 6 കോടി. അപ്പം ഞങ്ങളൊരു നിർദ്ദേശം വെച്ചു, ഈ 4 കോടി തിരിച്ചെടുത്തപ്പോൾ അതിൽ 25 ലക്ഷം ഞങ്ങൾക്ക് തരണം. എന്തിനാന്ന് ചോദിച്ചാൽ നമ്മുടെ മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് DD മുഖേനയോ DO മുഖേനയോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ ഓഫീസർ മുഖേന മൊബൈൽ കൊടുക്കാനുള്ള ഒരു കാര്യത്തിന് 25 ലക്ഷം രൂപ മാറ്റിവെക്കണം എന്ന് ഞങ്ങൾ ഗവൺമെന്റിന് ഞങ്ങൾ പ്രതിപക്ഷത്തുള്ള MLA-മാരെ കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക. ചിലപ്പോൾ ഈ ആഴ്ച ചിലപ്പോൾ ഓർഡർ വരും. അങ്ങനെ വന്നാൽ മുഴുവൻ കുട്ടികൾക്ക് നമുക്ക് മൊബൈൽ കൊടുക്കാൻ പറ്റും. അതുവരെ അത് കൈവരിക്കാനായിട്ടില്ല. കാരണം അത് നടക്കുവാണെങ്കിൽ വലിയ ഞങ്ങൾ എല്ലാവരും എഴുതിക്കൊണ്ടിരിക്കുക. അപ്പം അത് നടക്കാത്ത സാഹചര്യത്തിലാണ് ഇങ്ങനെയുള്ള സംഭാവന വാങ്ങി ആളുകൾക്ക് കൊടുക്കുന്നത്. മിക്കവാറും നടക്കുന്നതാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഈ കാര്യങ്ങൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും. കാരണം ഇത് സമൂഹത്തിൽ കുട്ടികൾ പലതരത്തിലിരിക്കുക. ഉദാഹരണത്തിന് ഒരു ഫോണായിരിക്കും. അപ്പം അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ അവരെ എല്ലാം ചേർത്ത് പിടിക്കാനാണ് YMCA വൈസ്മെന് ശ്രമിക്കുന്നത്. ആ നല്ല ശ്രമത്തെ പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാ നല്ല ചടങ്ങുകളും ഭംഗിയായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ വിജയങ്ങളും നേരുന്നു, മംഗളങ്ങൾ നേരുന്നു. നമസ്കാരം. Thank you, sir. May I invite Chartered Accountant Fortune KP, President of Fines Ernakulam, for the Chief Guest address.
സാറേ ഒരു ഫോട്ടോ എടുത്തേട്ടാ സാറേ ഇത് ഹോൾഡ് ചെയ്യട്ടെ സാറിനോട് വയ്ക്കും സാറോട് സാറോട് വയ്ക്കുന്നത് പിള്ളേർ വാ നിങ്ങൾ വാ നിങ്ങൾ വാ Chief guest, Watson sir, St. George, Sajid Rao, and ഇവിടെ എത്തിയിട്ടുള്ള വൈസ് YMCA കുടുംബാംഗങ്ങളെ മറ്റ് സുഹൃത്തുക്കളെ, നമുക്ക് ഇന്ന് നമ്മൾ ടോപ്പിക് തന്നെ എങ്ങനെ പ്ലാസ്റ്റിക് പ്രകൃതിക്ക് ദോഷം വരാത്ത രീതിയിൽ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം, പ്ലാസ്റ്റിക്കിന് ഉപയോഗം എങ്ങനെ കുറയ്ക്കാം എന്നതിനെ പറ്റിയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്ലാസ്റ്റിക് ആണ് നമ്മുടെ ജൈവ പ്രക്രിയയിലെല്ലാം ഏറ്റവും നാശകരമായിട്ട് നോക്കുന്നത്, പ്രകൃതിയെ ദോഷകരമായിട്ട് നയിക്കുന്ന ഒരു വസ്തുവാണ് പ്ലാസ്റ്റിക്. ഇതിനെ ഇരുതല മൂർച്ചയുള്ള ഒരു വാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. എന്തുകൊണ്ടെന്നാൽ ഇപ്പം നമ്മുടെ അവസ്ഥയിൽ പ്ലാസ്റ്റിക് ഇല്ലാതെ ജീവിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഏത് മേഖലയിൽ ചെന്നാലും പ്ലാസ്റ്റിക്കിന് ഉപയോഗമുണ്ട്. ഒരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നാൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞു വെക്കാത്ത ഒരു സാധനവും നമുക്ക് കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇവിടെയാണെങ്കിൽ ചെയറുകള്, കട്ടിലുകള്, എന്തും മേഖല നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ എന്ത് പ്ലാസ്റ്റിക് ഒരു അപകട ഘടകമാണ് മാറിയിരിക്കുന്നു. പക്ഷേ ഇതിനെ എങ്ങനെ നമുക്ക് പ്രകൃതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ഈ പ്ലാസ്റ്റിക് വിരുദ്ധ ദിനത്തിൽ നമുക്ക് ഈ പ്ലാസ്റ്റിക് എതിരെപ്പെടാനുള്ള മാർഗം. എൻ്റെ അഭിപ്രായത്തിൽ ഇത് ഏറ്റവും നല്ലതായിട്ട് റീയൂസ് ചെയ്ത് എങ്ങനെ റീയൂസ് ചെയ്ത് ഉപയോഗിക്കാം എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നമുക്കറിയാം എന്നുള്ളത് എത്തുന്നില്ല. നമുക്കറിയാം, നമുക്ക് ഉപയോഗമില്ലാത്ത പ്ലാസ്റ്റിക്കുകൾ മറ്റ് പ്രോഡക്റ്റായിട്ട് ഏറ്റവും എളുപ്പം മാറ്റാവുന്ന രീതിയിലുള്ള ചില കാര്യങ്ങൾ നമ്മുടെ വാട്സപ്പ് സാർ പറഞ്ഞു. അതുപോലെ നമ്മുടെ ഈ പ്ലാസ്റ്റിക്കുകൾ പല തരം തിരിച്ച് മറ്റുള്ള പ്രോഡക്റ്റുകളായിട്ട് മാറ്റാം. ഇതെല്ലാം തന്നെ ഈ തരംതിരിക്കാൻ പറ്റാത്ത പ്ലാസ്റ്റിക്കുകൾ നമുക്ക് ഈ പേവി ബ്ലോക്കുകളായിട്ട് നമ്മുടെ മുറ്റത്തുകളൊക്കെ വിരിക്കാൻ പറ്റുന്ന ബ്ലോക്കുകളായിട്ടും ചെറിയ ഇന്റർലോക്ക് ബ്ലോക്കുകളായിട്ടൊക്കെ മാറ്റി അത് നമുക്ക് ആ രീതിയിൽ ഉപയോഗിക്കാം. നമുക്കറിയാം, നമ്മളൊരു ചെടി മേടിച്ചാൽ തന്നെ ഒരു പ്ലാസ്റ്റിക് കൂണ്ടാക്കാണ് കിട്ടുന്നത്. അത് ആ പ്ലാസ്റ്റിക് കൂടെ പൊട്ടിച്ചില്ലെങ്കിൽ അതിന്റെ വേരുകളില്ല, അതിനകത്ത് തന്നെ നീക്കി നിറഞ്ഞ് എങ്ങോട്ടും അത് സഞ്ചരിക്കാൻ പോവുകയാത്ത രീതിയിൽ അതിൻ്റെ അകത്ത് തന്നെ പാക്കായിട്ട് ഇരിക്കുകയാണ്. അതുപോലുള്ള അത് പൊട്ടിച്ച് വിട്ടാൽ മാത്രമേ നമുക്ക് ആ ചെടിക്കത് വളരാനും വേര് മറ്റു സ്ഥലങ്ങളിലേക്ക് വയ്ക്കാനായിട്ടുള്ളൂ. അതുപോലെ നമ്മുടെ യൂസ് ആൻഡ് ത്രോ ആണ് ഇപ്പോൾ പ്ലാസ്റ്റിക് നമ്മുടെ ഈസി വേയിൽ ചെയ്യുന്നത്. പ്ലാസ്റ്റിക് മേടിക്കുക, ഉപയോഗിച്ച് റബ്ബറിലേക്ക് വലിച്ചെറിയുക, അല്ലെങ്കിൽ കനാലുകളിലേക്ക് വലിച്ചെറിയുക, തോടിലേക്ക് വലിച്ചെറിയുക. ഇത് അവിടെ കെട്ടിക്കിടന്ന് അതൊരു മറ്റു മാലിന്യങ്ങളോട് നടിഞ്ഞ് ഒരു തുരുത്തായി അല്ലെങ്കിൽ ഒരു തടയണയായി മാറി വെള്ളം ഒഴുകാതെ മറ്റുള്ള പ്രദേശ വീടുകളിലേക്കൊക്കെ കയറി വിടുന്ന ഒരവസ്ഥ നമ്മൾ 2-3 വർഷമായിട്ട് നമ്മൾ അനുഭവിക്കുന്നതാണ്. നമ്മളിപ്പോൾ ഒരു മഴക്കാലത്ത് മുമ്പായിട്ട് കാലുകൾ ശുചീകരിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന പെറ്റ് ബോട്ടിൽസ് ആണ്. ആയിരക്കണക്കിന് ബോട്ടിലാണ് ചെറിയ കനാലും കൂടി നമുക്ക് എടുത്തു മാറ്റുന്നത്. ഇതെല്ലാം നമ്മുടെ പ്രകൃതിയെ വെള്ളം നീരൊഴുക്കിനെ ഒക്കെ ബാധിക്കുന്നതാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ നമുക്കൊരു പ്രാദേശിക ചെറിയ ഒരു ഏരിയ, ഒരു വാർഡിൽ തന്നെ ഇതിനൊരു സംസ്കരണ യൂണിറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അതുപോലെ കൃത്യമായി സംസ്കരിച്ച് ഇതിനെ മറ്റൊരു പ്രോഡക്റ്റായിട്ട് മാറ്റി നമുക്ക് ഇതിൻ്റെ ഉപയോഗം കുറയ്ക്കാനേ സാധിക്കുന്നുള്ളൂ. അങ്ങനെ ഏതൊക്കെ രീതിയിൽ ചെയ്യാമെന്നുള്ളത് നമ്മുടെ
എല്ലാ അധികാരികളും മാത്രമല്ല നമ്മൾ ഓരോ ജനങ്ങളും കൂടി ചിന്തിച്ച് മാത്രമേ നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഇതിന്റെ ദോഷങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇത് ഏറ്റവും ഉപയോഗം കുറയ്ക്കുക, റീസൈക്കിൾ ചെയ്യുക, പ്രോപ്പറായിട്ട് ഇത് വേസ്റ്റ് മാനേജ്മെന്റ് നടപ്പിലാക്കുക. നമ്മുടെ പെറ്റ് ബോട്ടിൽ വലിച്ചെറിയാതെ ഓരോ 500 മീറ്റർ നമുക്കിത് കളക്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടെ നമ്മുടെ അധികാരികളുടെ വെക്കുകയാണെങ്കിൽ ആ കൃത്യ സ്ഥലത്ത് തന്നെ അത് നിക്ഷേപിച്ച് അത് റീസൈക്കിൾ ചെയ്ത് മറ്റു പ്രോട്ടോടൈപ്പ് മാറ്റിയെടുക്കുന്ന രീതിയിലൊരു സംസ്കാരം നമ്മളിവിടെ വളർത്തിയെടുത്ത് നമുക്ക് ഈ പ്ലാസ്റ്റിക്കിനെതിരെ നമുക്ക് പോരാടാം. പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. P.K. Thomas, Chairman of YMCA. Thank you so much.